നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമാണ് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ്. സചേതനമായ മുന്നണി രാഷ്ട്രീയവും ചെറുപാർട്ടികളുടെ സാന്നിധ്യമുള്ള കേരളത്തിലെ രാഷ്ട്രീയം ഏവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. എന്താണ് ദേശീയ രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയം നൽകുന്ന ദിശാസൂചകങ്ങൾ? ഇതൊക്കെയാണ് ഞാൻ മലയാളിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ, KPCC മീഡിയ മെമ്പർ, ശ്രീ ശിവൻകുട്ടി BJP നേതാവ്, പ്രൊഫസർ സോമശേഖരൻ പിള്ള സെഫോളജിസ്റ്റ്, ശ്രീ NJ നായർ, സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ദ ഹിന്ദു, അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മൾ എത്ര പേർ ഓർമ്മിക്കുന്നു അറിയില്ല, UDFന്റെ കഴിഞ്ഞ മാസം 17-ാം തീയതി ശരിയാണ് കഴിഞ്ഞ മാസം 17-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ ജോസ് കെ മാണിയും പി ജോസ് സാറും പങ്കെടുത്തെങ്കിലും 2 സീറ്റ് എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് പി ജോസ് സാർ മാത്രമാണ്. ജോസ് കെ മാണി മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി എറണാകുളത്ത് വെച്ച് കണ്ടപ്പോഴും മാണി സാർ സീറ്റിന്റെ 8ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം 9 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ 2ാമത്തെ സീറ്റ് എന്നുള്ളൊരു വാക്ക് ഉച്ചയിക്കാത്ത പാർട്ടി 6 MLA-മാരുള്ളപ്പോൾ എങ്ങനെ 2ാമത്തെ സീറ്റിന് അവകാശം ഉന്നയിക്കുക? ഇത് കോൺഗ്രസിന്റെ ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതിന് പി ജോസ് സാറിനെ അവർ ആയുധമാക്കി. ഇപ്പോൾ പി ജോസ് സാറിനെ അവർ ചതിച്ചിരിക്കുന്നു. മാണി ഗ്രൂപ്പിനേക്കാൾ പി ജോസ് സാറിനോട് ഇപ്പോൾ വഞ്ചന കാണിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കാരണം കോട്ടയം ഇടുക്കി സീറ്റ് പി ജോസ് സാറിന് കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കോ KC ജോസഫിനോ മത്സരിക്കാൻ കോട്ടയം സീറ്റ് തിരികെ വാങ്ങുക എന്നുള്ള രഹസ്യ അജണ്ടയാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് പാർട്ടി ഈ പതനത്തിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇവർ വാക്ക് കൊടുത്തത് കൊണ്ടാണ് പി ജോസ് സാർ അവിടെ നിൽക്കാതെ നേരെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കാണാമെന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എനിക്ക് നൽകിയൊരു വാക്കുണ്ട്, ഒന്നുകിൽ സീറ്റ് അല്ലെങ്കിൽ എന്നെ പ്രത്യേക ഘടകകക്ഷിയാക്കാമെന്നുള്ള വാക്ക് നിങ്ങൾ പാലിക്കണം. ഇത് രണ്ടും പാലിക്കാൻ കഴിയില്ല എന്ന് കൈമലർത്തിയിട്ട് അവസാനം പി ജോസഫ് സാറിനോട് സാന്ത്വനപ്പെടുത്താൻ പറഞ്ഞതെന്താ? സീറ്റ് ഞങ്ങൾ വാക്ക് പാലിക്കാം, പക്ഷെ കൈപ്പത്തിയിൽ മത്സരിക്കണം. യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി മാണി ഗ്രൂപ്പിനെ ഛിന്നഭിന്നമാക്കാൻ, ഭിന്നിപ്പിക്കാൻ, മാണിയെ ദുർബലനാക്കാൻ ചെയ്ത ഒരു രാഷ്ട്രീയ അടവാണ് ഇത്. ആ മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു നാടകമാണ്. കോൺഗ്രസ് ആണ് ഇതിൻ്റെ പിന്നിൽ. I ഗ്രൂപ്പിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവും A ഗ്രൂപ്പിലെ സമുന്നതനായ നേതാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയും പി ജോസ് സാറിനോട് വാക്ക് കൊടുത്തനുസരിച്ചാണ് അദ്ദേഹം ഈ പടപ്പുറപ്പാട് നടത്തിയത്. അതിൽ അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിൽ കൊണ്ട് അവർ തന്നെ എത്തിച്ചു. അവസാനം അവർ കൈവിട്ടു. അനുകൂലമായ കാര്യങ്ങളല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ അനുകൂലമായ കാര്യം അല്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ 2-3 UDFന്റെ കാര്യം പറഞ്ഞു. മാണി സാർ നാളെ UDF വിട്ടുപോകുമെന്ന് അദ്ദേഹം. തീർച്ചയായിട്ടും മാണി സാർ UDFന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. ഒരിക്കലും മാണി സാർ UDFനെ തള്ളി പറയോ UDF വിട്ടുപോകുന്നുള്ള അതെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല. പിന്നെ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരമോന്നത കക്ഷിയാണ് കോൺഗ്രസ്. അതിന്റെ ഒരു നേതാക്കളെയും കുറ്റം പറയാനോ അതിന്റെ ഒരു നേതാക്കളെ കുറിച്ച് ഒന്നും പറയാനോ ഇല്ല. കാര്യം കോൺഗ്രസിന്റെ ഏറ്റവും അത്യുന്നതരായ നേതാക്കളാണ് ശ്രീ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഏറ്റവും ആദരണീയനായ AK ആന്റണി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ. ഒരിക്കലും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമായിരിക്കും. എനിക്ക് ആ കാര്യം എനിക്കറിയാൻ വയ്യാത്ത കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ കോൺഗ്രസ് സാർ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഫ്ലോറിൽ ഉയർന്നത്. ഒന്ന്, അതായത് PJ ജോസഫിനെ എരിവ് കയറ്റിയത് നിങ്ങളാണ്. ആ പാവം പിടിച്ചവനെ ഈ രീതിയിലേക്ക് ആക്കി തീർത്തതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ഒരിക്കലുമില്ല. സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോകണം, സംസാരിക്കണം എന്നുള്ളത്. 1989 ഒരു സെക്കൻഡ് ഇടപെടുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാനം, ശ്രീ NJ നായർ താങ്കൾക്ക് അറിയാം, താങ്കൾ എത്രയോ കാലമായിട്ട് മാധ്യമ രംഗത്തുള്ളതാണ്, എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം, അത് അതിന്റെ ഭാഗമാണ്. പക്ഷെ ഒരാൾ സുപ്രഭാതത്തിൽ പറയാം, ഞാനൊന്ന് ലോകസഭയിൽ ഒന്ന് പോയിട്ട് വരട്ടെ,
എന്നൊക്കെ പറഞ്ഞ് കളിപ്പാട്ടം ചോദിക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഇനി ലോകസഭയിലേക്ക് ഒന്ന് പോയി വരട്ടെ, ഞാൻ ഇനി ഒന്ന് ആഗ്രഹം കണ്ടു വരട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തില് എന്റെ റോജർ സെബാസ്റ്റ്യ ഒരു സെക്കൻഡ് നിങ്ങളെങ്കിലും ഒന്ന് പി ജെ ജോസഫിനെ ഉപദേശിക്കണ്ടേ? എന്റെ പൊന്ന് പി ജെ, നിങ്ങളല്ല പറയേണ്ടത്, വേറെ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കും. നിങ്ങളിങ്ങനെ രാവിലെ പോലെ ഞാനൊന്ന് ലോകസഭയിൽ കണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ പൊതുജന മധ്യത്തിൽ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ശ്രീധരൻപിള്ള പോലും അങ്ങനെ പറയാറില്ല. ചിലക്കുട്ടിക്ക് അറിയാവുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയില്ലെന്നേ പറഞ്ഞേ. ശ്രീധരൻപിള്ള പോലും പറയില്ലെന്ന് ഞാൻ പറഞ്ഞത്. 1989 അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചു. 91 മത്സരിച്ചു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹത്തിന്റെ 2 പ്രാവശ്യത്തെ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ പോകണമെന്നൊരു പരിണിതപ്രജ്ഞനായ നേതാവ് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ചില കാര്യങ്ങളെടുത്ത സമീപനത്തോടുള്ള വിയോജിപ്പാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് വിടാൻ വേണ്ടി ഈ പറഞ്ഞ അടിത്തട്ടിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന്റെ രാസദുരകത്തെ കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്തില്ല. അവർ 3-4 പേര് മറിച്ച് ആ ഡയറക്ട് ഡെമോക്രസി ഉണ്ടായില്ല. പക്ഷെ പി ജെ ജോസഫിന്റെ കാര്യത്തിൽ മറ്റൊരു തരത്തിൽ വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയേണ്ടി വന്നത് ഘടകകക്ഷിയാണെങ്കിലും ഞങ്ങൾക്കും അഭിപ്രായമുണ്ട് എന്ന് പറയേണ്ടി വന്ന സാഹചര്യം. ഞങ്ങളുടെ ഘടകകക്ഷിയോട് പറയേണ്ട കാര്യങ്ങൾ ഫ്ലോറിൽ ശ്രീ ആന്റണി രാജു പി ജെ ജോസഫ് സാറിനോടൊപ്പം നിന്ന് സൈക്കിൾ ചിഹ്നത്തിൽ വെസ്റ്റിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു അരിമശിഷ്യനായിരുന്നു. പക്ഷെ നിർണായകമായ ഒരു സന്ദർഭം വന്നപ്പോൾ പി ജെ ജോസഫ് സാറിനെ പദ്ധതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഷഫീർ പറഞ്ഞ കറക്റ്റാ. ഈ ആന്റണി രാജു ഉണ്ടായിരുന്നെങ്കിൽ ഈ പി ജെ ജോസഫ് ഇതുപോലൊരു മണ്ടത്തരം പറയും. ഒരു സെക്കൻഡ് റോജേഴ്സ് ബഹുമാനപ്പെട്ട ആന്റണി രാജു അദ്ദേഹം ഷബീർ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വർഷം ഉണ്ടായിരുന്നേനെ. പക്ഷെ ഷബീർ ഇപ്പൊ പറഞ്ഞതിനടുത്ത് രാജ്യസഭാ സീറ്റിന്റെ കാര്യം പറഞ്ഞു. അത് രാജ്യസഭാ സീറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയാ, രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്ക് വേണ്ടി ജോയി എബ്രാം ഒഴിവ് വന്ന സമയത്തുള്ള രാജ്യസഭാ സീറ്റ്, ഞങ്ങൾ രാജ്യസഭാ സീറ്റ് ഞങ്ങളുടെ ഈ നിലവിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ആന്റണി രാജു പറഞ്ഞ 100% കറക്റ്റ്. ഞങ്ങളുടെ പാർട്ടിയുടെ പരമോന്നത ബോഡി ചർച്ച ചെയ്യും. അത് റോജസിനും അറിയാവുന്ന കാര്യമാണ്. ആ പരമോന്നത ബോഡി ചർച്ച ചെയ്തിട്ട് ശ്രീ ജോസ് കെ മാണി പോകണമെന്നൊന്നും പറഞ്ഞതല്ല, അദ്ദേഹം അച്ഛനോ മോനോ എന്നുള്ള രീതിയിൽ പോകണമെന്ന് പറഞ്ഞതല്ല. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം കോട്ടയം കൊണ്ട് മാത്രം ഒതുങ്ങാനായിട്ട് പറ്റത്തില്ല. ഭാവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിക്കണം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഭാവിയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഉത്തരവാദിത്തം. രാജ്യസഭാ സീറ്റ് മേടിച്ചത് മറ്റാരും പറഞ്ഞില്ല. പുള്ളി സ്ഥാനാർത്ഥി ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായതും ആരും പറഞ്ഞില്ല. മുന്നണി വിടാൻ തീരുമാനിച്ച ചരൽക്കുന്നിൽ മുന്നിൽ തിരിച്ചു കയറാൻ തീരുമാനിച്ചത് എവിടുന്ന് ആർക്കും അറിയത്തില്ല. ചരൽക്കുന്ന് പിന്നെ മീറ്റിംഗ് ഇതുവരെ ചേർന്നിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. മാണി സാറിന്റെ മാണിക്യമാണ് ജോസ്കോ മാണി. അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി അത് ബിജെപിക്ക് ഒരു പ്രശ്നമാകാൻ പോവാണ്. ഇത് മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി ശിവൻകുട്ടി സാറ് വെറുതെ ഇരിക്കണ്ട. രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്. ജോസ്കോ മാണിയും സംസാരിച്ച സാറിനോട് ഒരു കാര്യം പറയാതെ അങ്ങോട്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ 10 വർഷം 9 വർഷത്തിൽ 8 മാസത്തിന് മുമ്പ് രാജ്യസഭയിലോട്ട് പോയി. 9.5 വർഷം ജനങ്ങളുടെ ഇടയിൽ മുമ്പ് സേവിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ 75,000 വോട്ടും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് 1.25 ലക്ഷം വോട്ടിനും ജയിച്ച് ആദ്യം മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് അല്ല ആൻരാജു ഞാൻ കോട്ടയത്ത് തെരഞ്ഞെടുപ്പിലാണ് പറഞ്ഞത്. കോട്ടയം പാർലമെന്റിൽ ഒരു കാര്യം 2 പ്രാവശ്യം അദ്ദേഹം രാഷ്ട്രീയ ഒരു പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്. സാറേ ഞാൻ പാർട്ടിയുടെ വൈസ് ചെയർമാന് രാജ്യസഭയിൽ പോകണമെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു കൊടുത്തു. വർക്കിംഗ് ചെയർമാനെ ഒന്ന് പാർലമെന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു കൊടുക്കണ്ടേ? ഇക്ബാല് ജോസ് കെ മാണിക്ക് വേണ്ടി ധീരോദാർത്ഥമായിട്ട് ഈ ഫ്ലോറിൽ പോരാടിയ കാര്യം ഞാൻ
എന്റെ സ്നേഹിതനായ ജോസ് കെ മാണി അറിയിക്കുന്നതാണ്. ഇതിനേക്കാളും പോരാടിയ നമ്മുടെ യൂത്ത് ഫണ്ടിന്റെ സജീവ് അഞ്ഞക്കടം ഇപ്പൊ കാല് മാറി. ഒരു ജോസ് കെ മാണിയെ മാത്രം എന്താ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്? ഒരു അച്ഛനും മോനും മാത്രം മതി ഇന്ത്യൻ രാഷ്ട്രീയം. ഒരു സെക്കൻഡ് എനിക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ഈ ജോസ് കെ മാണി മാത്രമേ ഉള്ളൂ. നേതാക്കളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവരെയൊക്കെ കൊണ്ടുവരൂ. ഒരു അച്ഛനും മോനും മാത്രം മതി ഇന്ത്യൻ രാഷ്ട്രീയം. അതിനാ ഞങ്ങൾ എല്ലാവരും. പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ എനിക്കൊരു ചോദ്യം, ഞാനൊരു ചോദ്യത്തിന്റെ ഭാവിയിൽ ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും. എനിക്കൊരു ചോദ്യം, ഒരു സെക്കൻഡ്. ഞാൻ ഈ ആമുഖമായി പറഞ്ഞത് ഇക്ബാലെ ഞാൻ ജോസ് കെ മാണി അറിയിക്കാമെന്ന് പറഞ്ഞത് ആമുഖമായി പറഞ്ഞാണ്. പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം ഞാൻ ഒരുപക്ഷെ ഒരു 10-32 വർഷമായിട്ട് ഈ ദേശീയ രാഷ്ട്രീയം കാണുന്നത്. താങ്കൾ പറഞ്ഞ 2 ഇൻകൺസിസ്റ്റന്റ് ഉണ്ട്. ഒന്ന്, എവിടെയാണ് നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആകുന്നത്? ഒന്ന്, ലോകസഭയിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരാൾക്ക് ഒരു വലിയൊരു ഭൂമികയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധി രാജ്യസഭയിലേക്ക് പോയാൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞതിലുള്ള ഒരു പിഴവ്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ രാജ്യസഭാ സ്ഥാനം ജോയ് ഇബ്രാഹിം കഴിഞ്ഞ ഉടനെ, പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മുന്നണികൾ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസിന് ഒരിക്കലും ഒരു രാജ്യസഭാ സ്ഥാനം കഴിഞ്ഞ് ഉടനെ കിട്ടിയിട്ടില്ല. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് അപാകതകളുണ്ട് ഇക്ബാലെ. പക്ഷെ ഇക്ബാല് അത് പറയാൻ വിധിക്കപ്പെട്ടവരാണ്, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. പക്ഷെ എനിക്ക് റോജസിനോടൊരു ചോദ്യം. റോജസ്, ഇത്രത്തോളം ഈ പറഞ്ഞ ചതിവ് അല്ലെങ്കിൽ കുതികാൽ വെട്ട്, ഇതുപോലുള്ള ബാക്ക് സ്റ്റാബിങ് നിങ്ങൾ ഇരയായി ഇപ്പൊ പി ജെ ജോസഫ് ഇങ്ങനെ കിടക്കുകയാണ്, ഒരുപക്ഷെ ശരശയിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. പി ജെ ജോസഫ് ഇന്നലെ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല, ഇന്ന് വന്നല്ല. പി ജെ ജോസഫിന് 10-40 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അപ്പൊ ഒരു തരവരും പിന്നെയും തരവരും, ഒരു തര കൊണ്ട് തീരുന്നതല്ല. ഒരു തരവരും പിന്നെയും തരവരും ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവിയാണ്. കേരള രാഷ്ട്രീയത്തിലെ ചിരഞ്ജീവിയാണ്. ഒരു തല പോയാൽ വേറെ തല വരും. അപ്പൊ ഒരു തല പോയി. സ്വാഭാവികമായി പൊളിറ്റിക്സിനകത്ത് മുമ്പോട്ട് നമുക്ക് ആസ്വദിക്കാം. കേരള കോൺഗ്രസ് പൊളിറ്റിക്സ് അതാണ്. കാരണം എന്ന് വെച്ചാല് കേരള കോൺഗ്രസ് ഇങ്ങനെ ചർച്ച ചെയ്ത് പിളർന്ന് അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഏത് സമയത്ത് തിരിച്ചു വരണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സാഹചര്യത്തിൽ പല പ്രാവശ്യവും കേരള കോൺഗ്രസ് ഇങ്ങനെ കുത്തനെ താഴെ പോയതാണ്. ഇപ്പൊ തന്നെ 8 കേരള കോൺഗ്രസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 6-7 കേരള കോൺഗ്രസ് കോൺഗ്രസ് പറയുന്നത് UDF-ൽ 3 കേരള കോൺഗ്രസ് ഉണ്ട്, LDF-ൽ. അതുകൊണ്ട് UDF-ൽ 2 ഉള്ളൂ, അത് 3 കിട്ടണമെന്നാണ് ഇപ്പൊ അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്ത കലയുടെ സാധ്യതയുള്ളതാണ്. അത് മാത്രമല്ല, LDF-നകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ടായിരുന്ന സമയത്ത് 1 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ആ കേരള കോൺഗ്രസ് ആണ് ഇപ്പം കഴിഞ്ഞ തവണ 3 സീറ്റ് ഉണ്ടായിരുന്നു. ആ 3 സീറ്റിന്റെ ഇത് വെച്ചിട്ടാണ് UDF ഭരണത്തിനുണ്ടായിരുന്നത്. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നതും പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പൊ പി ജെ ജോസഫ് വീണ്ടും UDF-ൽ തന്നെ നിൽക്കും, LDF-ലോട്ട് പോകാൻ ഒരു ശ്രമവും നടത്തുന്നില്ല? ഒരു സാഹചര്യവും സാധാരണ LDF-നോടൊപ്പം ആയിരുന്നു ദീർഘകാലം. എന്തുകൊണ്ടാണ് ഇപ്പൊ LDF-ലോട്ട് പോകാത്തത്? അത് ഞാൻ അതിന്റെ ഒരു ചോദ്യം കൂടെ ചേർത്തിട്ട് പറയാം. എന്താ കാരണം വെച്ചാൽ റോജസിന് പറ്റിയ ഒരു അപകടം, അത് ആന്റണി ഉണ്ടായിരുന്ന അപകടം പറ്റില്ലായിരുന്നു. അതായത് നിങ്ങൾ കംപ്ലീറ്റ് മുട്ട കൊണ്ടുപോയിട്ട് ഉമ്മൻചാണ്ടിയുടെ ബാസ്ക്കറ്റിൽ കൊണ്ട് വെച്ചു. ആ മുട്ട 2 മുട്ട ഇപ്പുറത്തൊക്കെ വെക്കണമായിരുന്നു. ആന്റണി രാജുവിന്റെ കയ്യിൽ ഒരു മുട്ട സൂക്ഷിക്കാൻ കൊടുത്താൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും അത് വിരിച്ചെടുത്ത് തന്നേനെ. നിങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് A ഗ്രൂപ്പിന്റെ കൊട്ടയെ കൊണ്ടുപോയിട്ട് ഇട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വിലപേശാൻ കഴിയാതെ വന്നതിന്റെ കാരണം നിങ്ങൾ ഒരു ഭിത്തിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് തറക്കപ്പെട്ടു പോയി. അതാണോ? രാഷ്ട്രീയത്തിനകത്ത് വിലപേശുന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണാവുന്ന കാര്യങ്ങളുള്ളൂ. വരും ദിവസം അല്ല, ഇത് രാഷ്ട്രീയമല്ല. മാത്രമല്ല ശിവൻകുട്ടി ബാഗുമായിട്ട് നിൽക്കുക എത്ര കാലം? എനിക്കൊരു സംശയം. LDF ഈ വിഷയത്തിൽ തൊടുന്നുണ്ടെങ്കിലും പി ജെ ജോസഫിനെ കയറി അങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്ന ഒരു ശ്രമം നടത്തുന്നില്ല. ഇവർ വീണ്ടും UDF-ൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. പക്ഷെ ആന്റണി രാജു സ്വാഗതം ചെയ്തു പി ജെ ജോസഫിനെ. ആന്റണി രാജു സ്വാഗതം ചെയ്തു, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള സ്വാഗതം ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ എങ്കിലും മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിൽ അത് എങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പി ജെ ജോസഫിനോടൊപ്പം നിൽക്കുന്ന അനുയായികൾ പലരും പി ജെ ജോസഫിനെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോമശേഖരപിള്ള, അതായത് ഇപ്പം
നമ്മൾ ഈ UDF-ലെ ചെറുകക്ഷികളെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു അനുസരിച്ച് നിൽക്കുന്ന മറ്റൊരു മുന്നണി, അത് ശിവൻകുട്ടിയെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്, എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. NDA. ഇപ്പോൾ ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു BJPക്ക് പണി കൊടുക്കാൻ പോകുന്നത് നോക്കിക്കോളൂ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. ഒരുപക്ഷെ സ്വാമിശേരപ്പിള്ള BJPക്ക്, അതായത് NDAക്ക് സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം തുഷാർ വെള്ളാപ്പള്ളിയും അതുപോലെ BDJS എന്ത് നിലപാടെടുക്കും? അതായത് ഇപ്പോൾ NDAയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BDJSന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ സീറ്റുകൾ ഫിക്സ് ചെയ്യാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ കൂടെയാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മുന്നണിയിലും അനിശ്ചിതത്വമുണ്ട്. തന്നെയുമല്ല, അതൊരു കഴിഞ്ഞ 6-7 മാസമായിട്ട് തുടരുന്ന ഒരു അനിശ്ചിതത്വമാണ്. അപ്പോൾ അതും യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തു, 1ാം ഘട്ടത്തിലെ പ്രചരണം കഴിഞ്ഞു, UDF ഏറെക്കുറെയായി,